നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 ലോക്സഭയിലേക്ക് നടന്നത്. മര്യാദകളുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉത്തരേന്ത്യയിൽ ജാതി പറഞ്ഞും അപ്രാപ്യമായ വാഗ്ദാനങ്ങൾ നൽകിയും ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു ഇത്തവണ കോൺഗ്രസ് ദേശവ്യാപകമായി നടത്തിയത്. അതിലൊന്നായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരും എന്ന വാഗ്ദാനം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് UP മേഖലയിൽ നൽകിയത്. കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാൽ നിർധരരായ സ്ത്രീ വോട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം 8500 രൂപ, വർഷത്തിൽ ലഭിക്കുന്ന ആകെ 1,02,000 രൂപ കൈമാറുമെന്നായിരുന്നു വാഗ്ദാനം. നിരവധി സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രോമിസറി നോട്ടുകളോ അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡുകളോ വ്യാപകമായി വിതരണം ചെയ്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിരുന്നു ഈ ഖടാക്കട്ട് സ്കീമിന്റെ പ്രധാന പ്രചാരകർ. എന്നാൽ ഈ ഖടാക്കട്ട് സ്കീം 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വാഗ്ദാനം നൽകുകയും അതിന്റെ റെസീറ്റ് അടക്കം ലഭിക്കുകയും ചെയ്ത സ്ത്രീകൾ കൂട്ടത്തോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിരവധി മുസ്ലിം സ്ത്രീകളാണ് കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ കത്തുന്ന വെയിൽ പോലും അവഗണിച്ച് വാഗ്ദാനം ചെയ്ത തുകയ്ക്കായി കാത്തു നിൽക്കുന്നത്. വിവിധ ദേശീയ മാധ്യമങ്ങൾ ലക്നൌവിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുകയില്ല രാഹുൽ ഗാന്ധിക്കുള്ള പണി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായ കൈക്കൂലിയാണ് കോൺഗ്രസ് പാർട്ടി നൽകിയെന്നും അതിനാൽ തന്നെ നിങ്ങൾ കോടതി കയറുക തന്നെ വേണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകൻ വിഭോർ ആനന്ദ്. ജനപ്രാതിനിധ്യ നിയമം 1951 123 1-ാം വകുപ്പിന്റെ നഗ്നമായ ലംഘനമാണ് രാഹുലും കൂട്ടരും നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് മുമ്പാകെ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് കൈക്കൂലിയുടെ ഇനത്തിലാണ് ഈ വാഗ്ദാനങ്ങൾ വരുന്നത് എന്നതിനാൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം. ആരോപണം സാധൂകരിക്കുന്നതിനാവശ്യമായ ചിത്രങ്ങളും വീഡിയോകളും തെളിവായി വിഭോർ ഹാജരാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർക്കുമെതിരെ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 146-ാം വകുപ്പ് പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ 1 ലക്ഷം രൂപ വോട്ടർമാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യാമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കൈക്കൂലിയുടെ പരിധിയിൽ വരുന്നതാണ്. ഇതോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിഭാഷകന്റെ തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി ഈ കൈക്കൂലി കേസിൽ പെടുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.